12 വർഷത്തിലൊരിക്കൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ ലോകാംബികയായിട്ടുള്ള കൊടുങ്ങല്ലൂരമ്മ എഴുന്നള്ളി വരുന്ന വടക്കുംപുറത്ത് പാട്ട് ഭദ്രകാളി പ്രീതിക്കായി ക്ഷേത്രത്തിന്റെ വടക്കേ മുറ്റത്ത് മീനമാസത്തിലെ കാർത്തിക നാൾ മുതൽ 12 ദിവസം കളമെഴുത്തും പാട്ടും വിശേഷാൽ ചടങ്ങോടുകൂടി നടത്തുന്നതിനെയാണ് വടക്കുംപുറത്ത് പാട്ട് എന്ന് പറയുന്നത്. 2025 ഏപ്രിൽ 2 മുതൽ ഏപ്രിൽ 13 വരെയാണ് വടക്കുംപുറത്ത് പാട്ടുകൾ നടത്തുന്നത്. വടക്കംകൂർ രാജഭരണ കാലത്തിൽ ഒരിക്കൽ ദേശത്തും പരിസര പ്രദേശത്തും വസൂരി എന്ന മാറാരോഗം പടർന്നു പിടിക്കുകയും രോഗം ശമിക്കാതെ വന്നപ്പോൾ ദുഃഖിതനായ രാജാവ് പ്രശ്നവിധി തേടുകയും രോഗശമനത്തിന് ഭദ്രകാളിയെ സേവിക്കുക തന്നെയാണ് വേണ്ടതെന്നും കേരളത്തിലുള്ള ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൊടുങ്ങല്ലൂരാണെന്നും അതിനാൽ അവിടെ ചെന്ന് ഭജിച്ച് അവിടുന്നുണ്ടാകുന്ന കൽപ്പന പോലെ ചെയ്താൽ ആപത്തൊഴിയുമെന്നും പ്രശ്നവിധിയുണ്ടായി. അങ്ങനെ 41-ാം ദിവസം ഭജനമായപ്പോൾ രാജാവിന് സ്വപ്ന ദർശനമുണ്ടായി. എന്നെ ഉദ്ദേശിച്ച് വൈക്കത്ത് 12 ദിവസം കളമെഴുത്തും പാട്ടും കാലം കൂടുമ്പോൾ ഗുരുതിയും നടത്തിയാൽ ഉണ്ടായിരിക്കുന്ന ആപത്തുകൾ ഒഴിയുമെന്നും പാട്ട് നടത്തേണ്ടത് ഏത് പ്രകാരം വേണമെന്നും തലക്കിലിരിക്കുന്ന ഈ വാൾ കൊണ്ടുപോയി പീഠത്തിൽ വെച്ച് സങ്കല്പിച്ച് പൂജിക്കണമെന്നും സ്വപ്നദർശനമുണ്ടായത്. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് രാജാവ് തലക്കിലിരിക്കുന്ന വാള് കണ്ട് അത്ഭുതപ്പെടുകയും ആപത്തും അനർത്ഥങ്ങളും എല്ലാം നീങ്ങുമെന്നും സൗഖ്യമാകുമെന്നും ഉറഞ്ഞു തുള്ളുന്ന വെളിച്ചപ്പാട് കൽപ്പിച്ചതോടെ അതനുസരിച്ച് വൈക്കത്തെത്തിയ രാജാവ് വിധിപ്രകാരം 12 ദിവസത്തെ കളമെഴുത്തും പാട്ടും നടത്തുകയും ആപത്തുകൾ ഒഴിയുകയും ചെയ്തു.